ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുട്ടൂസിനെ ബാക്ക് ചെയ്ത് നമ്മൾ പുരിയിലെ ജഗന്നാഥ ടെമ്പിളിൽ നിന്ന് ഇറങ്ങുന്നത്. ഇന്ന് നമ്മൾ നേരെ പോകണമെന്ന് പറഞ്ഞാൽ കൊണാർക്ക് ടെമ്പിളിലേക്കാണ്. ഇവിടുന്ന് വെറും 35 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും ഒന്ന് ഉച്ച കഴിയുമ്പോൾ തന്നെ കൊണാർക്കിലെത്തും. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ബീച്ചിലും അവിടുത്തെ അമ്പലങ്ങളിലൊക്കെ പോകണം. അങ്ങനെ നമ്മളിവിടെ പോണ വഴിക്കൊരു ബോർഡ് കണ്ടായിരുന്നു, കൊണാർക്ക് 32 കിലോമീറ്ററും കൂടി. ഇതേപോലത്തെ വഴിയാണ്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് ബീച്ചിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കൊണാർക്ക് ബീച്ച് പോയിട്ട് അവിടെ നിന്ന് കൊണാർക്ക് ടെമ്പിളിലേക്കാണ് ഈ റോഡ് പോകുന്നത്. അങ്ങനെ നമ്മൾ പുരിയിൽ നിന്ന് കൊണാർക്ക് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇതേപോലെ ഉള്ള കുറേ ചെറിയ പാലങ്ങൾ കയറിയിട്ടാണ് നമ്മൾക്ക് ഫുള്ള് ബീച്ച് റോഡുമാണ്. അതുപോലെ തന്നെ കൊണാർക്കിലേക്ക് എത്തിപ്പെടാനായിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 28 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൊണാർക്ക് ബീച്ചിലേക്ക്. അവിടെ നിന്ന് നേരെ ടെമ്പിളിലേക്ക് 2 കിലോമീറ്റർ 3 കിലോമീറ്ററിനുള്ളിൽ തന്നെ ടെമ്പിളുമാണ്. അപ്പോൾ ഈ കാണുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നേരെ ഒഴുകി പോകുന്നത് കടലിലേക്കാണ്. അങ്ങനെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ആയിട്ട് ആൾക്കാരൊന്നുമില്ല. ഫുള്ള് ഇതുപോലെയുള്ള ഫോറസ്റ്റാണ് രണ്ട് സൈഡും. ഇത് കിലോമീറ്റർ കണക്കിന് ഈ റോഡ് ഇങ്ങനെയാണ്. നല്ല രസമുണ്ട്, തണലും ഒട്ടും ടയേർഡ് അനുഭവപ്പെടില്ല ഒരു പോയാൽ. അങ്ങനെ നമ്മൾ എപ്പോഴത്തെ പോലെ തന്നെ വന്ന വഴിക്ക് ഈ വഴിയിലാണ് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ വന്ന വഴിക്ക് കുട്ടൂസൻ്റെ പൊക്കത്ത് ഇന്നലെ അലക്കിയിട്ട് നിൽക്കറായിരുന്നു. ഇത് മാത്രം ഉണങ്ങിയില്ല, ബാക്കിയെല്ലാം ഉണങ്ങി. അപ്പോൾ അതെടുത്ത് വിരിച്ചിട്ടിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ കൊണാർക്ക് എത്താൻ നേരത്തെ ഈ നിക്കറൊക്കെ ഉണങ്ങി കിട്ടും. കുട്ടൂസനാണെങ്കിൽ റെഡ് സീറ്റൊക്കെ പിടിപ്പിച്ചിട്ട് ഇപ്പോൾ കുറച്ചും കൂടി അട്രാക്ഷൻ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ സീറ്റൊക്കെ കൂടി. ഇപ്പോൾ കുറച്ച് കളറൊക്കെ പയ്യെ ഓരോ സ്റ്റിക്കറും ചെറിയ ചെറിയ കളറൊക്കെ വെക്കണം. ഫ്രണ്ടിൽ ആ ബോർഡ് അടിച്ചിട്ടില്ല. ഇന്നലെ ആ റൂമൊക്കെ എടുത്തുകൊണ്ടിട്ട് കുറച്ച് ഫിനാൻഷ്യലെല്ലാം മൊത്തത്തിൽ തീർന്നു. അപ്പോൾ ഇനിയിപ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ പൈസയൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഒപ്പിക്കണവർ കുട്ടൂസിന് ബോർഡൊന്നും വെക്കാൻ വേണ്ടി പറ്റില്ല. ബോർഡ് എന്തായാലും നമ്മൾ 2 ദിവസത്തിൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് നമ്മൾ ബോർഡ് വെക്കും കുട്ടൂസിന്. ഇതൊരു നമ്പർ പ്ലേറ്റ് ചെറുതായിട്ട് ഇവിടെ ഒരെണ്ണം മേടിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ കേരള എന്നുള്ളൊരു ബോർഡും അതിൻ്റെ താഴെ തന്നെ കുട്ടൂസിൻ്റെ ഒരു സ്മൈലും കൂടി വരയ്ക്കണം. അങ്ങനെ നമ്മൾ വന്ന് കൊണാർക്കിലേക്ക് ഇനി വെറും 9 കിലോമീറ്റർ മാത്രമായപ്പോഴേക്കും നേരെ എത്തിപ്പെടണമെന്ന് പറഞ്ഞാൽ ബീച്ചിലേക്കാണ്. ഇനി നമ്മൾ സഞ്ചരിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള റോട്ടിൽ ബീച്ചൊക്കെ ആസ്വദിച്ച് ഇനി നല്ല രസം തന്നെ. 9 കിലോമീറ്ററും ബീച്ച് തന്നെയാണ്. കൊണാർക്ക് ബീച്ചെത്തും. അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ളൊരു വഴി പോകുമ്പോഴാണ് അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ലെഫ്റ്റിലോട്ടുള്ള വഴി പോകുമ്പോൾ കൊണാർക്ക് ടെമ്പിളും. വളരെ നല്ല ഭംഗിയുണ്ടോ ബീച്ച് കാണാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഇത്രയും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് നടുക്കൊരു തിണ്ണാണ്. അതിൻ്റെ അപ്പുറത്താണ് ബീച്ച് വരുന്നത്. അത് നമ്മളിപ്പോൾ പോകണമെന്ന് പറഞ്ഞാലും വളരെ ഒരു ഭംഗിയുള്ള വഴി കൂടി തന്നെയാണ്. റൈറ്റ് സൈഡിലാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ബീച്ചും ഇങ്ങനെ പരന്ന് കിടക്കണേ. 6 കിലോമീറ്റർ വരെ നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നേരെ നോക്കണമെങ്കിൽ ഫോഗ് പോലെ ഇങ്ങനെ ഫുള്ള് മൂടി കിടക്കണ്ട. അതെന്ന് പറഞ്ഞാൽ ഈ ബീച്ചിൽ നിന്ന് തിര അടിച്ചിട്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ സ്പ്രേ പോലെ മഞ്ഞേൻ്റെ ഇതാണ് ആ അറ്റത്തിങ്ങനെ ഫോഗ് പോലെ വന്നത്.
അങ്ങനെ നമ്മൾ അടുത്തൊരു ബീച്ചിലെത്തിയിട്ടുണ്ട്. ആ വഴിയാണ് വന്നത്. അപ്പോൾ അടുത്തൊരു ബീച്ച് വന്ന് ഇനി ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററും കൂടി പോയാലാണ് കോണാർക്ക്. അപ്പോൾ ഈ വഴിയാണെന്ന് തോന്നുന്നു. ഈ വഴി തന്നെ ആയിരിക്കുള്ളൂ. ബീച്ച് സൈഡ് തന്നെയാണ് നമ്മളെ കാണിച്ചത്. അതുപോലെ തന്നെ ആ കാണുന്നതെന്ന് പറഞ്ഞാൽ വലിയതായിട്ട് ഇങ്ങനെ മതിൽക്കെട്ട് കാണുന്ന ഒരു കുളമാണ്. അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ കുളിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ബീച്ചും അതുപോലെ തന്നെ ബീച്ചിൻ്റെ ഈ സൈഡിൽ തന്നെ ഫുള്ള് ഒരു വലിയ ഒരു കുളം. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് മീൻപിടുത്തമൊക്കെയാണ് മെയിനായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ബീച്ചിൽ ഫുള്ള് അങ്ങോട്ടേക്ക് പോകാൻ നേരത്ത് ഫുള്ള് ബോട്ടുകാരാണ് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ നമ്മൾ വഴിയേറ്റി വന്നാണ് ഈ വഴിയല്ല പോകാനായിട്ടുള്ളത്. നമ്മൾക്ക് ഈ വഴി പോയപ്പോഴേക്കും ഫുള്ള് കോളനി പോലത്തെ വീടുകളുടെ സെറ്റപ്പിലോട്ടൊക്കെ എത്തിയിട്ട് അവിടെ തീർന്നതാണ് വഴി. അപ്പോൾ ഇവിടുത്തെ ഫിഷിങ്ങിൻ്റെ ആൾക്കാരുടെ ഒരു കോളനി തന്നെയാണ് അവിടെ. അപ്പോൾ നമുക്കിനി പോകാനുള്ളതെന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് അവിടെ ആ സർക്കിൾ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു വലിയ വഴി വന്നുണ്ട്. ആ വഴി നേരെയാണ് കോണാർക്ക് ടെമ്പിൾ വന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് ആ സർക്കിളിൽ എത്തിയിട്ടുണ്ട്. ഈ സർക്കിളിൽ ഇവിടെ കാണുന്നതാണ് കോണാർക്ക് ബീച്ച് കേട്ടോ. കോണാർക്ക് ബീച്ചിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നേരെ കാണുന്ന വഴിയിലാണ്. നേരെ കാണുന്ന വഴിയിൽ ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ടെമ്പിളാണ്. അതുപോലെ തന്നെ പോണ വഴിക്ക് തന്നെ നമുക്ക് ലൈറ്റ് ഹൗസ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഈ റോട്ടിൽ കൂടി ഇനി വെറും 2 കിലോമീറ്ററും കൂടി മാത്രം പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ സൺ ടെമ്പിൾ എത്തും. അപ്പോൾ നമുക്കിനി നേരെ സൺ ടെമ്പിളിൽ പോയിട്ട് അവിടെ. അപ്പോൾ നമ്മൾ സൺ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. സൺ ടെമ്പിളിൽ കയറി വന്ന വശമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തന്നെയാണ്. ഗോപുരം സ്ഥിതിയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ അതുപോലെ തന്നെ കുറേ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്. ഈ കോണാർക്ക് ടെമ്പിൾ നല്ല രസം തന്നെ ഉണ്ട്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ഇപ്പോൾ. കാരണം തന്നെ നമുക്ക് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഈ വഴിയൊക്കെ നമുക്ക് നടന്നു പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയാണ് വാഷ്റൂം വന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വേർത്തൊന്നും വന്നേക്കണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീട്ടൊന്ന് മുഖമൊക്കെ കഴുകിയിട്ട് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോവാം. ഇവിടെ മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഇവിടെ മരങ്ങളാണെങ്കിലും ചുറ്റുപാടാണെങ്കിലും അങ്ങനെ നമ്മൾ മുഖം കഴുകി ഫ്രഷ് ആവുന്ന കയറിയ ടോയ്ലറ്റാണ്. ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റാണ് ഈ സൺ ടെമ്പിളിലെ. വളരെ നല്ല വൃത്തിയോടുകൂടി തന്നെയാണ് ഇവിടെ സൂക്ഷിച്ചേക്കണം. അതുപോലെ തന്നെ അങ്ങനെ ഇവിടെയാണ് സൺ ടെമ്പിളിലെ ടിക്കറ്റ് കൗണ്ടർ തന്നെ. ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്തായിരുന്നു. ഒരു ടിക്കറ്റിന് 40 രൂപയാണ് വരുന്നത്. 40 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ നടക്കാൻ നേരത്തെ അവിടെ ഒരു എൻട്രൻസ് കാണാൻ വേണ്ടി പറ്റും. അവിടെ ഗേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഇത് ചെക്ക് ചെയ്യാനായിട്ടുള്ള സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തു കഴിയുമ്പോഴേക്കും അവർ ആ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നേരെ അകത്തേക്ക് കയറാം. സൺ ടെമ്പിളിലാണ് നമ്മുടെ പുതിയ 10ൻ്റെ നോട്ടിൽ പുറകിൽ കാണുന്ന ഒരു ചക്രം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൊണാർക്ക് സൺ ടെമ്പിളിലാണ്. അങ്ങനെ ഇവിടെയാണ് എൻട്രി തന്നെ. ഇവിടെ നമ്മൾ ഈ ടിക്കറ്റ് കാണിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്ന് കയറി പോകാനായിട്ട്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള ചരിത്രമൊക്കെ 4 ഭാഷയിലായിട്ട് എഴുതി വെച്ചതാണ്. അപ്പോൾ उड़ीसा के मंदिर स्थापत्य और मूर्ति कला में विशेष स्थापना रखती है. ये पूरा इसका इम्पोर्टेंट. अब आप देखोगे तो समझ आएगा. आप सारी कहानी समझ गए. ये राजा नरसिंह देव वही है जिसने वो जगन्नाथ में मंदिर वही बनाया है. അങ്ങനെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടൂറിസ്റ്റ് ഗൈഡ് മാപ്പ് ഓഫ് സൺ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ സൗത്ത് ഗേറ്റിൽ കൂടി കയറി വന്നിട്ട് ഇതാണ് മൊത്തത്തിലുള്ളൊരു നമ്മൾ കയറി വന്നെന്ന് പറഞ്ഞാൽ ഈ മെയിൻ എൻട്രൻസ് ആണ്. മെയിൻ എൻട്രൻസിൽ കൂടി കയറി വന്നിട്ട് നട മണ്ഡപ അവിടെ നിന്ന് കുറേ ഇതെല്ലാം ഉണ്ട്. അവിടെ ഒരു കിച്ചൺ കാണാം, വെല്ല്, മണ്ഡപ. പിന്നെ ആ ഭാഗത്ത് സൗത്ത് ഗേറ്റിലായിട്ട് വന്ന ഓഫീസിൻ്റെ സ്ഥലം.
സെൻട്രൽ സൺ ടെമ്പിൾ. അങ്ങനെ നമ്മൾ സൺ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറുന്ന ഒരു വഴിയാണ്. നല്ല രസമുണ്ട്. ഫുള്ള് കല്ലിനകത്ത്, അത് കല്ലിൽ കൊത്തിയേക്കണ വർക്കുകളാണെങ്കിലും വളരെ നല്ല ഭംഗിയിൽ തന്നെയാണ് പണി കഴിപ്പിച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ വഴി ഇങ്ങനെ ഇറങ്ങി പോകാനായിട്ടുള്ള വഴിയാണ് കാണുന്നത്. വഴി ഇങ്ങനെ നല്ല രസമുണ്ട്. വഴികളൊക്കെ ഒരിക്കൽ കാണാനായിട്ട് ഇവിടെ നിന്ന് നേരെ കാണുന്നത് സൺ ടെമ്പിളാണ്. നമ്മൾ സൺ ടെമ്പിളിലെ നടുക്കോട്ട് ഉള്ള മെയിനായിട്ടുള്ള നടയിലേക്ക് കയറുമ്പോഴുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നിന്ന് പൊക്കത്തോട്ട് കയറുന്ന പ്രോഹിബിറ്റഡ് ആണ്. എന്നാലും നമ്മൾ പൊക്കത്തേറി വീഡിയോ എടുത്ത് കാണുന്ന ചക്രങ്ങളാണ് നമ്മുടെ പുതിയ 10 നോട്ടിൻ്റെ പുറകിൽ പ്രിൻ്റൊക്കെ വന്നേക്കണ ഒരു ചക്രം എന്ന് പറഞ്ഞാൽ കൊണാർക്ക് സൺ ടെമ്പിളിൻ്റെ ഈ ചുമരിൽ കാണുന്ന ഓരോ ചക്രങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആ കാണുന്നതെന്ന് പറഞ്ഞാൽ അതായിരുന്നു നേരത്തെ മണ്ഡപം എന്ന് പറഞ്ഞ ബിൽഡിങ്. അതുപോലെ തന്നെ ഇവിടെ 2 പ്രതിമകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. നല്ല രസമുണ്ട് മൊത്തത്തിൽ. ഛയ്യാദേവി ಕಲ್ಲಲ್ಲಿ ವಿಗ್ರಹ ಆಯ್ತು. അങ്ങനെ വളരെ ഭംഗി തന്നെയുണ്ട് ഇതിൻ്റെ ചുറ്റുപാട് മൊത്തത്തിൽ കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം കറങ്ങിത്തിരിഞ്ഞ് ഫ്രണ്ടിൽ തന്നെ എത്താറായിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു സൈഡിലോട്ട് എത്താനൊക്കെ അടുത്തൊരു കാഴ്ച കാണാൻ വേണ്ടി പറ്റും. ഇവിടെ കുറേ രൂപങ്ങൾ കല്ലിൽ കൊത്തി വെച്ചേക്കണം. അതുപോലെ തന്നെ നേരെ കാണുന്ന പറഞ്ഞാൽ 2 ആനകളാണ് അപ്പുറം ഇപ്പുറം. അപ്പോൾ എന്തായാലും വളരെ ഒരു ഭംഗിയുള്ളൊരു അമ്പലം തന്നെയാണ് കൊണാർക്കിലെ സൺ ടെമ്പിൾ. അപ്പോൾ എന്ത് വന്നാലും ഇവിടേക്ക് വന്നവരാണെങ്കിൽ മെയിനായിട്ട് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കൊണാർക്കിൽ ഈ സൺ ടെമ്പിളും. അതുപോലെ തന്നെ ഇവിടുത്തെ ബീച്ച് പിന്നെ അത്ര വലുതായിട്ട് എനിക്ക് തോന്നില്ല. പുതിയിൽ നമ്മൾ ആ ബീച്ച് പോയി കണ്ടിട്ട് വന്നത് കൊണ്ടിട്ട് ഇവിടെ അത്ര തിരക്കും കാര്യങ്ങളൊന്നുമില്ല ബീച്ചിൽ. പക്ഷേ ഇവിടുത്തെ ഈ ഒരു സൺ ടെമ്പിൾ എന്തായാലും നല്ലൊരു ടൂറിസ്റ്റ് വിസിറ്റിംഗ് കേന്ദ്രം തന്നെയായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. കാരണം എല്ലാം ടൂറിസ്റ്റായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ വരുന്നത്. ഇതിനകത്തിപ്പോൾ പൂജയും കാര്യങ്ങളൊന്നും നടക്കണില്ല. മൊത്തം അടച്ച് പഴയുള്ള കുറേ കൺസ്ട്രക്ഷൻസ് ഇവിടെ പൊളിഞ്ഞെല്ലാം കിടക്കണൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.
അപ്പോൾ നമ്മൾ ആ എൻട്രൻസിൽ കൂടിയാണ് കയറി വന്നിട്ട് അത് ആ ഒരു ചെറിയ ഗോപുരത്തിൽ കൂടി അകത്തോട്ട് വന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ നേരെ വരുമ്പോൾ ഈ സൺ ടെമ്പിളുള്ളത്. അതുപോലെ തന്നെ സൺ ടെമ്പിളിലെ ചുറ്റിനും ഇപ്പോൾ നടന്ന് കറങ്ങിയിട്ട് വരുമ്പോൾ നമ്മൾ ഓരോ കാഴ്ചകളെല്ലാം കണ്ടിട്ടാണ് ഇവിടെ എത്തിയത്. പിന്നെ നമുക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കാനും നല്ല രസമൊക്കെ കിട്ടും. ഇവിടെ ഒരു ആൽത്തറയൊക്കെ ഉണ്ട്, പേരാലിൻ്റെ, അത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി ഈ വഴി ഇങ്ങനെ നടന്ന് അവിടെയാണ് എക്സിറ്റ് വരുന്നത്. അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റും. പുറത്തോട്ട് പിന്നെ ഇങ്ങനെ ഒരു കറങ്ങി നമ്മുടെ മെയിനായിട്ടുള്ള ഗേറ്റിൻ്റെ അവിടെ എത്തും. അപ്പോൾ നമ്മുടെ കുട്ടൂസനൊക്കെ അവിടെ പോലീസുകാരുടെ അവിടെ വെച്ചേക്കുന്നുണ്ട്. നമുക്ക് വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല. കുട്ടൂസൻ അവിടെ സേഫാണ്, നമ്മുടെ ലഗേജ് അവിടെ സേഫാണ്. ഇനി തിരിച്ചു പോയിട്ട് നമുക്ക് അതെല്ലാം എടുത്തിട്ട് ഇവിടെ നിന്ന് ഇനി നമുക്ക് വെസ്റ്റ് ബംഗാൾ സൈഡിലോട്ടുള്ള ഏതാണ് ഡയറക്ഷൻ എന്ന് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഇന്ന് യാത്ര തിരിക്കണം. അങ്ങനെ നമ്മൾ ഈ ഇറങ്ങണം. അവിടെ ദൂരെ നോക്കിയപ്പോൾ ഇത് കല്ലാണെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഇവിടെ എത്തി. കല്ലല്ല, ഇത് ഉരുക്കാണ്, ഉരുക്കിൻ്റെ കട്ടകളാണ് ഇങ്ങനെ നീട്ടത്തിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ 1 2 3 4 5 6 7 ഇനി ഇവിടെ തന്നെ 7 വലിയ ലെയറാണ് കേട്ടോ. ഇത്രയും കട്ടിക്ക് അറ്റം വരെ നല്ല നീട്ടമുണ്ട്. ഫസ്റ്റ് നീ ഇത്ര നീട്ടമാണ് ഇരുമ്പിൻ്റെ ഇതിനകത്തുള്ളത്. അങ്ങനെ നമ്മൾ സൺ ടെമ്പിളിൽ നിന്ന് എല്ലാം കഴിഞ്ഞ അവിടുത്തെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് എക്സൈറ്റ് ആയിട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. അവിടെയാണെങ്കിൽ പണിതേക്കണം, നല്ല രസമുണ്ട്. സ്ലോപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് കയറി പോകണമെങ്കിൽ ഇങ്ങനെ നേരെ കയറി പോകാം. അതില്ല, സ്ലോപ്പിൽ കൂടി പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറി വരാം. നല്ല രസമാണ് ഇവിടെ ഇതും പണിത് വെച്ചേക്കണം കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എക്സിറ്റ് വന്നത്. ഇവിടെ വന്ന് നേരെ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് അങ്ങനെ നമ്മൾ കൊണാർക്ക് ടെമ്പിളിൽ നിന്ന് അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ കുട്ടൂസിനെ വെച്ച് അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ കുട്ടൂസിനെ ഇവിടെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പോലീസുകാർ തന്നെയാണ് നമ്മുടെ കുട്ടൂസിനൊക്കെ ഇത്ര നേരം കുട്ടൂസിനെ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ വെച്ചേക്കുന്ന ലഗേജ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ സമയമൊന്നുമല്ല, ഏകദേശം 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടൂസിനെ എടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് കൊൽക്കത്തയിലേക്ക് പോകാനായിട്ടുള്ള ഹൈവേയിലേക്ക് നോക്കി കയറണം. എന്നിട്ട് ഹൈവേയിൽ നിർത്തൂല എന്തായാലും. അപ്പോൾ പരമാവധി അങ്ങോട്ടേക്കുള്ള റൂട്ട് നോക്കിയിട്ട് കുറച്ചങ്ങനെ പോയിട്ട് ഇന്ന് സ്റ്റേ എടുക്കണം. ഇന്നെന്തായാലും നമ്മൾ പരമാവധി നല്ലൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ തന്നെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 5 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കൊണാർക്ക് ടെമ്പിളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ടുള്ള വഴി ഇങ്ങനെ വന്നിട്ടിരിക്കണേ. അപ്പോൾ ഈ വഴി കൂടി നല്ല മഴക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത കടകളൊന്നും കിട്ടാൻ വേണ്ടി ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു പഴയ നേരത്തെ ഹോട്ടലായിരുന്നു, അത് പൂട്ടിപ്പോയി. അപ്പോൾ ഇത് കണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴേക്കും നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഇന്ന് നിന്നാലാന്ന് ആലോചിച്ച് കുറച്ച് നേരം കയറിയിരിക്കാൻ വേണ്ടി കയറുക. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് പോയാലും നമുക്ക് രാത്രി പെട്ടെന്ന് ഇതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടിയില്ലെങ്കിൽ പണിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോർ ഉണ്ട്, ഇവിടെ തന്നെ ടെൻ്റൊക്കെ അടിച്ച് നിന്നോട്ട് എന്നുള്ള ഇവിടെ അടുത്തൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴിയിൽ ഇപ്പോൾ ആ കാണുന്ന ഒരു വഴിയിൽ ഒരു ചെറിയ വീടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ പോയപ്പോഴേക്കും 2 ദീദി പിന്നെ അതുപോലെ തന്നെ ഒരു ബായ് വന്നായിരുന്നു. ബായ് വന്ന് നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ സൈക്കിൾ യാത്ര, നമ്മുടെ സൈക്കിൾ പോലും കണ്ടില്ല, അവിടെ പോയിട്ട് സംസാരിച്ച സൈക്കിൾ യാത്ര എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് കാര്യമൊക്കെ നല്ലൊരു പെരുമാറ്റം തന്നെയായിരുന്നു. നമ്മളെ വെൽക്കം ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ രാത്രി ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ, ഭക്ഷണം എന്താ എങ്ങനെയാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിന്ന് കുക്ക് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. ആ പുള്ളിക്കാരൻ പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും വീട്ടിലോട്ട് വന്നോ, നിങ്ങളുടെ ഫോണൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു സോക്കറ്റ് ഉണ്ട്. ആ കറണ്ട് വന്ന് നമ്മൾ വന്നപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല, പവർ ആയേക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ തന്നെ കറണ്ടൊക്കെ കുത്തിയിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും നല്ല സ്ഥലത്ത് തന്നെയാണ് എത്തിപ്പെട്ട. അപ്പോൾ ആ ചേട്ടൻ വന്നപ്പോൾ ഇവിടെ കറണ്ട് എങ്ങാനും വന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഫോണൊക്കെ കുത്തിയിട്ടോ, പിന്നെ വെള്ളം വേണമെങ്കിൽ വെള്ളത്തിന് വേണ്ടി വീട്ടിൽ വന്നാൽ മതി, വെള്ളമൊക്കെ തരാം. രാത്രിത്തെ ഭക്ഷണവും വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുഴപ്പമില്ല, നമ്മളിവിടെ കുക്ക് ചെയ്തോളാം. നമുക്കൊരു നല്ലൊരു സ്ഥലം നിൽക്കാൻ വേണ്ടി മാത്രമായിട്ട് കിട്ടിയാൽ മതി എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ എത്തിയത്. അപ്പോൾ ഇന്ന് എത്തിപ്പെട്ട സ്ഥലവും വളരെ നല്ലൊരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ടെൻ്റ് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ടെൻ്റ് അടിക്കണ ബിൽഡിങ്ങിൻ്റെ പുറകിലും അതുപോലെ സൈഡിലൊക്കെ ഫുള്ള് നല്ല പാടവും അതുപോലെ തന്നെ നമ്മൾ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് ഒരു നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഇന്നും. ഇപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി നാളത്തെ വിശേഷങ്ങളൊക്കെ ഇട്ട് ഇനി നമുക്ക് നാളെ കാണാം. ശരിക്കും ബൈ.